അതെ, ഒറ്റയ്ക്കാണെന്ന് ഉറപ്പായാൽ ആഞ്ഞങ്ങ് തുഴഞ്ഞോണം. ഇനി മുങ്ങിത്താഴാതിരിക്കാൻ നമ്മുടെ മാത്രം ആവശ്യമാണ്. സൈക്കിൾ ഓടിക്കുന്ന പോലെയാണ് ഓരോ ജീവിതവും. നമ്മുടെ ബാലൻസ് നിലനിർത്തണമെങ്കിൽ നമ്മൾ മുന്നോട്ട് തന്നെ പോകണം. വിജയമായാലും പരാജയമായാലും നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം അതേപോലെ തുടരുക, തളരാതിരിക്കുക. ഒരിക്കലും ചിന്തിക്കരുത് എനിക്കൊന്നുമില്ല എന്ന്, എനിക്കെല്ലാം ഉണ്ട് എന്നും ചിന്തിക്കരുത്. എപ്പോഴും ചിന്തിക്കേണ്ടത് എനിക്കെല്ലാം നേടാൻ കഴിയുമെന്നാണ്. നിരന്തരമായ പരിശ്രമത്തിനൊടുവിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഫലം നിങ്ങൾക്ക് കിട്ടും. ഒരിക്കൽ ചുറ്റിനുമുള്ളവർ അത് ഏറ്റെടുക്കുക തന്നെ ചെയ്യും. അന്ന് അംഗീകാരങ്ങൾ നിങ്ങളെ തേടി വരും. ഇതിന് മറ്റൊരു വശം കൂടി ഉണ്ട് കേട്ടോ. അതുകൂടി നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് ശരിക്കും എന്താണ് ആവശ്യം അല്ലെങ്കിൽ എന്താണ് നേടിയെടുക്കേണ്ടതെന്ന് തിരിച്ചറിയാൻ സാധിക്കുള്ളൂ. ഷേക്സ്പിയർ ഒരിക്കൽ പറഞ്ഞു, എൻ്റെ കാലിലെ ഷൂവിന് വേണ്ടി ഞാൻ കരഞ്ഞിട്ടുണ്ട്, പക്ഷേ കാലില്ലാത്തവനെ കണ്ടപ്പോൾ ഞാനത് നിർത്തി എന്ന്. പലപ്പോഴും നമ്മുടെ ആഗ്രഹങ്ങൾ ഇതേപോലെയാണ് കേട്ടോ. ഇല്ലാത്തവനെ കാണുമ്പോഴേ നമുക്ക് എന്തുമാത്രം ഉണ്ട് എന്ന് മനസ്സിലാകുക. മനുഷ്യൻ്റെ ആഗ്രഹങ്ങൾ ഒരിക്കലും അവസാനിക്കില്ല. 10 കിട്ടിയവൻ 100-ന് വേണ്ടി ആഗ്രഹിക്കും, 100 കിട്ടിയവൻ 500-ന് വേണ്ടി ആഗ്രഹിക്കും, 500 കിട്ടിയവൻ 5000-ന് വേണ്ടി ആഗ്രഹിക്കും, ബൈക്കുള്ളവൻ ഒരു കാറിന് വേണ്ടി ആഗ്രഹിക്കും, ചെറിയ കാറുള്ളവൻ വലിയ കാറിന് വേണ്ടി ആഗ്രഹിക്കും. ഇങ്ങനെയാണ് മനുഷ്യൻ്റെ ആഗ്രഹങ്ങൾ പോവുക. നമ്മുടെയൊക്കെ വിഷമങ്ങൾക്കുള്ള ഏറ്റവും പ്രധാന കാരണം കൈവശമില്ലാത്തതിനെ തേടി നടക്കുന്നതുകൊണ്ടാണ്. അല്ലെങ്കിൽ കൈവശമുള്ളതിനെ കാണാനോ അതിൻ്റെ മൂല്യം മനസ്സിലാക്കാനോ ശ്രമിക്കുന്നില്ല എന്നതുകൊണ്ടുമാണ്. തുറക്കട്ടെ മനസ്സുകൾ.